ഫ്രണ്ട്സ്, അപ്പോൾ ദൃശ്യം 3 ക്ലാസിക് ക്രിമിനലിൻ്റെ മൂന്നാമത്തെ വരവ്. അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വൺ ടൈം വാച്ചബിൾ ഫാമിലി ഡ്രാമ, അത്രയേ ഉള്ളൂ. കാരണം റൈറ്റർ ഡയറക്ടർ ജിത്തു ജോസഫ്, പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ്റണി പെരുമ്പാവൂർ, പെൻ സ്റ്റുഡിയോസ് ആൻഡ് പനോരമ സ്റ്റുഡിയോസ്. പിന്നെ ഇതിൻ്റെ ക്യാമറാമാൻ വരുന്നത് സതീഷ് കുറുപ്പാണ്. മ്യൂസിക് അനിൽ ജോൺസൺ. അപ്പോൾ ഡയറക്ടർ ജിത്തു ജോസഫ് തന്നെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒരുപാട് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വെച്ച് വരണ്ട. കാരണം പുള്ളി ലാസ്റ്റ് 3 സീരീസിന് ഇത് തന്നെ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചു. ഈ പാട്ടിന് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കാരണം ഒറ്റ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് സെക്കൻഡും പോലെ തന്നെ അവിടെ ഇവിടെ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, പിന്നെ എല്ലാം കൂടെ ക്ലൈമാക്സിലിട്ട് മുട്ടി കത്തിക്കും. പക്ഷെ ഇത് ഓക്കെ, ഇതിനെപ്പറ്റി ഒരുപാട് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് പോയി കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഫലം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തൃപ്തിപ്പെടുത്തേണ്ടി വരും. ഞാൻ വിചാരിച്ചത്ര ഉണ്ടായിരുന്നു പടം. ഓക്കെ, അപ്പോൾ സ്റ്റിൽ ദൃശ്യം 1 തന്നെയാണ് എൻ്റെ ഇപ്പോഴും ഫേവറേറ്റ്. പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. പടം കണ്ടവർക്ക് കമൻറ്റ് ചെയ്യാം, കാണാത്തവർക്ക് തിയേറ്ററിൽ പോയി കാണാം. തിയേറ്ററിൽ പോയി കാണാനുള്ളതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ബോക്സ് ഓഫീസ് പോലെ നമുക്ക് അറിയാവുന്നതാണ്. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ വന്ന് നേരെന്ന് പറയുന്നൊരു പടം 80 കോടിക്ക് മേളിൽ വേൾഡ് വൈഡ് അടിച്ചതാണ്. അപ്പോൾ ഇതെന്തായാലും ദൃശ്യം സീരീസാണ്, 100 കോടിക്ക് മേളിൽ എന്തായാലും. ഇപ്പോൾ ഒരു ഫാമിലി പടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞ് വരുന്ന ഇവരുടെ ലൈഫിൽ നടക്കുന്ന ഇമോഷൻസ്, വേദനകൾ, അവരുടെ ആ ഒരു മാനസിക ബുദ്ധിമുട്ട്, അതെല്ലാം ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൽ ഡയറക്ടർ ജിത്തു ജോസഫ് നല്ല രീതിക്ക് സക്സീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ചിന്തിക്കാവുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. പുള്ളിയുടെ മാക്സിമം പുള്ളി ഈ പടത്തിൽ പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ അഭിനയമാണെങ്കിലും ബാക്കിയുള്ളവരുടെ അഭിനയമാണെങ്കിലും എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റാണ്. ഒരു രീതിക്കും ഒരു നെഗറ്റീവും കാര്യങ്ങളും ഇല്ല. പക്ഷെ വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് സീരീസ് ഇവിടെ കൊണ്ട് നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനിയിപ്പോൾ 4th പാർട്ടിലേക്കുള്ള ലീഡ് ഇട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ബബിളുകൾ ചവച്ച് തുടങ്ങി കുറേ കഴിയുമ്പോൾ അതിൻ്റെ മധുരം പോകും. പിന്നെ അതിൽ നമുക്ക് ആ റബ്ബറിൻ്റെ ചുവ മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ഏകദേശം അതുപോലെ ആയിട്ടുണ്ട്, വലിച്ചു നീട്ടി. ഇനിയിപ്പോൾ 4th പാർട്ടിലേക്കുള്ള ലീഡ് കൂടി ഇട്ടിട്ടുണ്ട്. അവിടെ എടുത്ത വന്ന എന്തായാലും ഞങ്ങൾ കാണും, അത് വേറെ കാര്യം. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ വെച്ച് ഇത് നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചിലപ്പോൾ ഇതിലും അടിപൊളിയായിട്ട് പുള്ളി 4th പാർട്ട് എടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇതിൻ്റെ പേഴ്സണൽ റിവ്യൂ ആയിട്ട് മാത്രം എടുക്കുക. പടം എന്തായാലും കത്തിക്കയറും. ഇതിൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് കാണാൻ പോകരുത്. അപ്പം അത്രേ പറയാനുള്ളൂ. അടുത്തൊരു പടത്തെ റിവ്യൂ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഇനിയിപ്പം മേ ബി എനിക്ക് തോന്നുന്നു കാട്ടാളനായിരിക്കും മാക്സിമം. അപ്പോൾ ഓക്കെ.